നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനീർ ബട്ടർ മസാലയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പനീറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പനീർ ബട്ടർ മസാല ചെയ്യാനായിട്ട്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. പാൻ ചൂടാക്കാം. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള തിന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്കിനും 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം. 2 വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് നന്നായി തണുക്കണം. ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. നല്ല പോലെ അരച്ചെടുക്കണം. നല്ല ക്രീമി ആയിരിക്കണം. തരി ഒന്നും കാണാൻ പാടില്ല. ആ സെയിം പാൻ തന്നെ ഒന്ന് ചൂടാക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ വെക്കണം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പനീർ പൊടിഞ്ഞു പോകരുത്, പതുക്കെ ഇളക്കണം. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ എല്ലാം നല്ലതുപോലെ മെൽറ്റായി വരണം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ഐസ് ക്യൂബും കൂടി ഇട്ട് ഒരു ബ്ലെൻഡറിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കിട്ടും. അമൂൽ ബട്ടറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. 5 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. നന്നായി തിളച്ച് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.